ഇനിയിപ്പോ ഈ ക്യാമ്പ് 33,313 ആൾക്കാർ പങ്കെടുക്കുന്ന ക്യാമ്പ് ഗിന്നസ് റെക്കോർഡിലേക്ക് പോവാം. സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ 100ാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് കുനിയിൽ വെച്ച് നടക്കുകയാണ്. എന്നാൽ ഈ ഒരു സമ്മേളനം ഗിന്നസ് റെക്കോർഡ് നേടാൻ പോവാൻ ആ ഒരു സന്തോഷമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ലോകത്ത് തന്നെ ഒരു സംഘടനക്കും ഇല്ലാത്തൊരു സവിശേഷത അങ്ങനെ ഗിന്നസ് റെക്കോർഡിലേക്ക് പോവുകയാണ് സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം. കാസർഗോഡ് കുനിയയിൽ നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം, ആ സമ്മേളനം ഇതാ ഗിന്നസ് റെക്കോർഡ് നേടാൻ പോവാൻ. കാരണം 3 ദിവസത്തെ പ്രതിനിധി ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകള് 33,313 പേരാണ്. ഇവര് മുഴുവൻ സമയവും പങ്കെടുക്കും. അതോടുകൂടി ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ച് പങ്കെടുക്കുന്ന ക്യാമ്പ് എന്നൊരു ഗിന്നസ് റെക്കോർഡ് ഇൻഷാ അല്ലാഹ് സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ ഈ ഒരു സമ്മേളനം ഗിന്നസ് റെക്കോർഡ് നേടും. ഗ്ലോബൽ എക്സ്പോ, ഗ്ലോബൽ ഉലമ കോൺക്ലേവ്, നാഷണൽ എജു കോൺക്ലേവ്, പൊതുസമ്മേളനം തുടങ്ങിയവ 5 സ്ഥലങ്ങളിലായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ വേദികളിലാണ് നടക്കാം. ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പതാകകൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഏറ്റുവാങ്ങും. 3-ന് വരക്കലിൽ നിന്ന് പതാകകൾ കാസർഗോഡ്, തളങ്കര, മാലിക് ദിനാർ മക്കാമിലേക്ക് എത്തിക്കും. ആദർശം, വിശുദ്ധി, നൂറ്റാണ്ടുകൾ എന്നീ വിഷയങ്ങൾ അധികരിച്ച് 16 പഠന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് നടത്തുന്ന 33,313 പേര് പങ്കെടുക്കുന്ന പഠന ക്യാമ്പാണ് ഫെബ്രുവരി 6-ന് വൈകിട്ട് 4 മണിക്ക് തുടങ്ങുക. ഇതാണ് ഗിന്നസ് റെക്കോർഡ് നേടുന്നത്. ഫെബ്രുവരി 8-ന് വൈകിട്ട് 4-ന് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമാപന പൊതുസമ്മേളനം ദേശീയ പാതയോരത്ത് കുനിയയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് നടക്കുക. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ഈജിപ്ത് അൽ അസ്ഹർ സർവകലാശാല റെക്ടർ ഡോക്ടർ സലാമ ജുമാ ദാവൂദാണ് ഉദ്ഘാടനം ചെയ്യുക. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തമിഴ്നാട് മുഖ്യമന്ത്രി എ.കെ. സ്റ്റാലിൻ, അതേപോലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി, ബംഗളൂരു ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ എൻ.എ. ഹരിദാസ് ഇവരാണ് പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ സമസ്ത